ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നാണെന്നറിയാമോ, രാവിലെ ഓറഞ്ചൊക്കെ പിടിച്ച് എന്നാന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? രാവിലെ ഓറഞ്ചൊക്കെ പിടിച്ച് ഇന്ന് മോൾക്ക് സ്കൂളിൽ ഫ്രൂട്ട് സലാഡ് ഡേ ആണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ മിക്സ്ഡ് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് ഞാൻ അവളെ എങ്ങനെയും പറഞ്ഞുവിടായിരുന്നു. ഈ പ്രാവശ്യമുള്ള പറഞ്ഞു അമ്മയുടെ ഒരു ഉടായ്പ എൻ്റെ അടുത്ത് നടക്കത്തില്ല, അമ്മ എനിക്ക് നീറ്റായിട്ട് എനിക്ക് എന്തെങ്കിലും ഡിസൈൻ ആക്കി തരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ പോയി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചു. രാവിലെ നേരത്തെ ഏക്കാത്തവളാണ് അവൾ ഓക്കെ നേരത്തെ ഏക്കും, ഇല്ലെങ്കിൽ അവളിപ്പോൾ ബഹളം വെക്കും. ഞാൻ വോയിസ് കൊടുക്കുന്ന കേട്ടാ പപ്പനെ വിളിച്ച് കാണിക്കുകയാണ്, പപ്പ അതാ അമ്മ വീഡിയോ എടുക്കുവാന്ന്. എൻ്റെ മോൻ നേരത്തെ ഏക്കാത്തവനാണ്, പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് എനിക്ക് നേരത്തെ ഏറ്റു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഹെൽപ്പായി കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇവളെ കൂട്ടിയന്നെ, എന്നാലും ഇവൾക്ക് അത്ര അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ എന്നാ ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ആക്കുന്നത്. എന്നാന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഞാൻ ഓറഞ്ച് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു. അതേ രീതി ഓറഞ്ച് എല്ലാം പൊളിച്ചതാണ് ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൈയിട്ട് ഒരെണ്ണം എടുക്കാൻ പോകും. ഞാൻ പറഞ്ഞു അടി വാങ്ങിക്കുന്നു വെച്ചാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൈയിട്ട് എടുക്കാൻ നോക്കുവാണ് കേട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് കാണിക്കുമായിരുന്നല്ലേ. വേറെ ഒരു കണ്ണിലേക്ക് ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കഴിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് ആണ് വേറെ കണ്ണിലേക്ക് ഈ ഓറഞ്ചിൻ്റെ നീര് തെറിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചു. ആ പാത്രത്തിൽ പറ്റത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞു കൊടുത്ത് കൊളാക്കും അമ്മ എന്നാ. ഞാൻ എന്തെല്ലാം ആക്കാന്ന്. അങ്ങനെ ഞാനൊരു ഓറഞ്ച് കഴിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ എന്നെ കളിയാക്കിക്കൊണ്ട് ഒരുത്തി ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ കഴിക്കുന്നില്ല, ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ കഴിക്കുന്നൊന്നും അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഓറഞ്ചും കൊണ്ട് 2 പീസാക്കിയിട്ട് 2 ഓറഞ്ചിനെ വെച്ചിട്ട് ഒരു ഡിസൈൻ ആക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് നടക്കുമെന്നുള്ളത് കാണാം. അത് നടക്കില്ലെന്ന് കൺഫേം ആയപ്പോഴത്തേനെ ആൾ കണ്ടില്ലേ ഓരോ ഓറഞ്ച് എടുത്ത് തിന്നാൻ തുടങ്ങി. അവളങ്ങനെ ഓറഞ്ച് തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇവൻ പറഞ്ഞു ഞാൻ പല്ലി വെച്ചിട്ട് വരാം, നിങ്ങളൊക്കെ പല്ലി വെച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പല്ലി വെക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകത്തില്ലേ. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ മറന്നു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത്. അതായത് ഞാൻ ഓൾമോസ്റ്റ് 90% ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആൾ പല്ലെല്ലാം തേച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്, കണ്ടില്ലേ അവിടെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് മോനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ കണ്ണ് വേണമായിരുന്നു ഇതിന്. കണ്ണ് ഞാൻ വാങ്ങിക്കാൻ മറന്നു പോയതല്ല, പക്ഷെ അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് ആണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ഒരു കണ്ണം കൊണ്ടാക്കി. ആൾ കണ്ടില്ലേ വലിയ ആളിലിരുന്ന് ഇങ്ങനെ കഴിക്കുക. അവനും പല്ല് വെച്ചിട്ട് വന്നിട്ട് ഓറഞ്ചൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിത് തീർക്കുമോ, ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നല്ലോ അമ്മ, ഇനി വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവരെല്ലാം ഓറഞ്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു കൊതി ഓറഞ്ച് കഴിക്കാൻ. എന്നാൽ പിന്നെ ഞാനും കഴിച്ചേക്കാം, വെറുതെ എന്തിനാ വെക്കുന്നേ. ചാനോട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട രാവിലെ എന്ന് പറഞ്ഞു. കണ്ണ് കയ്യിലിരിക്കുമോ, കണ്ണ് വെച്ചില്ല, കണ്ണിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. കണ്ണൊക്കെ റെഡിയാക്കിയില്ല, ഇവർ ഓറഞ്ച് തിന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓറഞ്ച് തിന്നണ്ടേ. അങ്ങനെ ഞാൻ കണ്ണ് വെക്കാൻ പോകുകയാണേ. കണ്ണ് വെച്ച് ഒരു കണ്ണ് വെച്ചു, അടുത്ത കണ്ണും കൂടെ വെച്ചു. അപ്പം നിങ്ങൾക്ക് ഇതെന്നാന്ന് പിടികിട്ടിയോ? ഇത് പിടികിട്ടിയവരെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്നാന്ന് വേണ്ട, ഞാൻ എൻ്റെ ലാസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞുതരാം ഇതെന്നാന്ന് വെച്ചാൽ. നിങ്ങൾ ഇനി അതിന് ഇരുന്ന് തല പുകച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇതെന്താന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു